പാലക്കാട് താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിച്ചു. 3000-ലേറെ പേർ ഭഗവത്ഗീത പാരായണത്തിൽ പങ്കെടുത്തു. 92 കരയോഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലെ പ്രവർത്തകരാണ് യജ്ഞത്തിൽ പങ്കെടുത്തത്. രമേശ് പിഷാരടി MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പലരും ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ സാധിക്കുന്നത് എൻ്റെയും ഒരു വലിയ ഭാഗ്യമാണ്. നല്ല ആളുകളോടൊപ്പം നല്ലത് നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. കൃഷ്ണകുമാരേട്ടൻ ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ സാമാന്യം നല്ല പൈസ കൊടുത്താലേ എന്നെ കിട്ടുള്ളൂ എന്നുള്ളത്. അത് സത്യമാണ്. സാമാന്യം അങ്ങനെ ചിന്തിച്ചാൽ അതിനൊരു കൈയും കണക്കൊന്നും ഉണ്ടാകില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഒരു നല്ല കാര്യത്തിന്റെ സ്പേസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. കലയിൽ നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അത് വളരെ സ്വാഭാവികമാണ്. നമ്മുടെ പ്രോഗ്രാമുകൾ, നമ്മൾ പറയുന്ന ആശയങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാകുക എന്ന് പറയുന്നത് വലിയ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെന്നേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഇഷ്ടമില്ലെങ്കിൽ അത് ശത്രു ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലയിൽ ശത്രു ഉണ്ടാവില്ല, അല്ലെങ്കിൽ കലാകാരൻ മാത്രമേ ആവുള്ളൂ. രാഷ്ട്രീയത്തിൽ ഇഷ്ടമില്ലാത്തവനൊക്കെ ഒരു 50% ശത്രുതയ്ക്കുള്ള സാധ്യത കൂടെ ഉള്ള ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. ദിശാബോധം നഷ്ടപ്പെടുന്നവർക്ക് മുൻപോട്ടു പോകാനുള്ള പ്രചോദനമാണ് ഗീതയെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ P. സ്മിതേഷ് മുഖ്യാതിഥിയായി. കരയോഗം പ്രസിഡന്റ് KK മേനോൻ അധ്യക്ഷനായി. MM പ്രഭാകരൻ നായർ ഗുരുപൂർണിമ സന്ദേശം നൽകി. യൂണിയൻ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ വായനാ മത്സരത്തിലെ വിജയികൾക്ക് രമേശ് പിഷാരടി MLA സമ്മാനങ്ങൾ നൽകി. രണ്ടാം സ്ഥാനം ശിശിര P. നായർ അകത്തേത്തറ. ശിശിര കൈ നോക്കൂ. അതേ പറയാം. നമ്മുടെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് വെറുതെ കേട്ടോ. ഹൈമ H. പാലയക്കാട് 2 ഒന്നാം സ്ഥാനങ്ങളുണ്ട്. വായനാ മത്സരം ഹൈസ്കൂൾ. 3ആം സ്ഥാനം ഭവ്യ പടിഞ്ഞാറയ്യാക്കര. 1ആം സ്ഥാനം അനുശ്രീ പടിഞ്ഞാറയ്യാക്കര. R. ശ്രീകുമാർ, സുകേഷ് മേനോൻ, P. സന്തോഷ് കുമാർ, മോഹൻദാസ്, ബാബു സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.